നിലയിലെ ഏറ്റവും അധികം പാൻ ഇന്ത്യ പ്രതിച്ഛായുള്ള കക്ഷി പിന്നീടുള്ളത് കോൺഗ്രസ് ആണ്. ഈ കക്ഷികൾക്ക് മാത്രം പ്രാധാന്യം ലഭിക്കുന്ന ദേശീയ ചർച്ചയാകും ഉണ്ടാവുക. സംസ്ഥാന വിഷയങ്ങൾ തമസ്കരിച്ചു പോകും എന്ന ഒരു പരിവേദനമുണ്ട് പ്രാദേശിക കക്ഷികൾക്ക്. അതിൽ മിക്കതും ഇന്ത്യ മുന്നണിയിലെ പ്രാദേശിക കക്ഷികളാണ്. അവരോടൊപ്പം നിൽക്കുന്ന കോൺഗ്രസ് പാർട്ടിക്കും ഏതാണ്ട് അതേ ഒരു മാനസിക അവസ്ഥ തന്നെയാണ്. അതുകൊണ്ട് അടിസ്ഥാനപരമായി ഫെഡറൽ തത്വങ്ങൾ ബലികരിക്കുന്നതിനെ കുറിച്ച് നമുക്ക് ആശങ്കപ്പെടാനാവില്ല. കാരണം ആദ്യത്തെ 3 പൊതു തെരഞ്ഞെടുപ്പുകളെങ്കിലും നടന്നത് വൺ നേഷൻ വൺ ഇലക്ഷൻ പ്രക്രിയ അനുസരിച്ചാണ്. ആദ്യ തെരഞ്ഞെടുപ്പായി 1951-52, പിന്നീട് 57, 62, പിന്നീട് 67. അങ്ങനെ 4 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം 67 തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യയുടെ രാഷ്ട്രീയ ചിത്രം ആകെ മാറി മറിയുകയും സംസ്ഥാന ഗവൺമെന്റുകൾ, സംസ്ഥാന നിയമസഭകൾ തുരുതുര ഒന്നുകിൽ പിരിച്ചുവിടപ്പെട്ടു, അല്ലെങ്കിൽ നിലംപതിച്ചു, കാലാവധി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഉണ്ടായ ഒരു ചേഞ്ചാണ് പല സമയങ്ങളിലായി സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും നടക്കുക എന്നത്. ഇപ്പോൾ വരുന്ന നിർദ്ദേശം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ബെഞ്ച് മാർക്കാക്കി വെച്ചുകൊണ്ട് 5 വർഷം 2029 ആകുമ്പോൾ നടക്കേണ്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കൂടി നടക്കാനാവുമോ എന്നതാണ് എന്റെ അഭിപ്രായം. അങ്ങനെ എളുപ്പം സാധിക്കുന്ന ക്ഷിപ്രസാധ്യമായ ഒരു കാര്യമല്ല. പ്രധാന കാരണം ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്പേഴ്സ് തന്നെയാണ്. ഈ പ്രമേയം പാസ്സാകണമെങ്കിൽ ഈ പ്രമേയം പാസ്സാക്കാം, സിമ്പിൾ മെജോറിറ്റിയിൽ പ്രമേയം പാസ്സാക്കിയിട്ട് കാര്യമില്ല. ഭരണഘടനാ ഭേദഗതി ആവശ്യമുള്ള കാര്യമാണ്. 5 ആർട്ടിക്കിളുകളെങ്കിലും ഭേദഗതി ചെയ്യപ്പെടണം. അതുപോലെ 82A എന്ന ഒരു പുതിയ ആർട്ടിക്കിൾ ഭരണഘടനയോടൊപ്പം ചേർക്കപ്പെടണം. അവിടെ ഈ കാര്യങ്ങളെല്ലാം, നിർദ്ദേശങ്ങളെല്ലാം ഉണ്ടാകണം. ഇപ്പോൾ വരുന്ന 2 ബില്ലുകളും പിന്നീട് വരേണ്ടതായ 15ഓളം ഭരണഘടനാ ഭേദഗതികൾ, 5 ആർട്ടിക്കിളുകളിലെ 15ഓളം ഭേദഗതികളും ഇതെല്ലാം വെവ്വേറെ പാസ്സാക്കപ്പെടണം. പാസ്സാക്കണമെങ്കിൽ ഇന്നത്തെ നിലയിൽ ഭരണപക്ഷത്തിന് അല്ലെങ്കിൽ NDA മുന്നണിക്ക് ആവശ്യത്തിന് നമ്പേഴ്സ് ഇല്ല. 3-2 ഭൂരിപക്ഷം ആവശ്യമുണ്ട്. അത് ലഭിക്കാനുള്ള ഒരു സാഹചര്യവും ഇപ്പോൾ കാണുന്നില്ല. അല്ല, ഇത് ശ്രീ മോഹൻ വർഗീസ്, എന്തായാലും സർക്കാരിന് മുന്നിൽ അങ്ങനെ ചില കടമകളുണ്ട്. പക്ഷേ ഈ നേട്ടമുണ്ടാകുന്നത് BJPക്കാകും. നമ്മുടെ ഇന്നലെ കോൺഗ്രസിന്റെ വക്താക്കളടക്കം പറയുന്നത് വൺ ഇന്ത്യ വൺ നേഷൻ എന്നവർ ഉദ്ദേശിക്കുന്നത് വൺ ഇന്ത്യ വൺ പാർട്ടി, അങ്ങനെ ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ്. പിന്നെ പതുക്കെ ഓരോ സംസ്ഥാനങ്ങളുടെ ഭരണം പിടിച്ചെടുക്കുക, ഇന്ത്യ മുഴുവൻ ഒറ്റ പാർട്ടിക്ക് മാത്രം ആധിപത്യമുള്ള ഒരു രാജ്യമാക്കി മാറ്റുക, അങ്ങനെയുള്ള സംശയങ്ങളിലൊക്കെ കഴമ്പുള്ളതാണോ? കാരണം BJPയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ചിലവ് കുറയ്ക്കുക, ഒരു പൊതു സ്വഭാവം ഉണ്ടാക്കുക തെരഞ്ഞെടുപ്പുകൾക്ക്. അതിൽ ചില കാര്യങ്ങളുണ്ടല്ലോ. അതിനപ്പുറത്ത് പ്രതിപക്ഷം ഭയക്കുന്നത് പോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കാൻ ഇടയുണ്ടോ? ഈ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ ചിലവ് കുറയ്ക്കുക, സമയക്രമം ക്രമീകരിക്കുന്നതിലൂടെ ആശയക്കുഴപ്പങ്ങൾ കുറയ്ക്കുക, അത് വളരെ ഭീമമായ ചെലവാണ്. 1.35 ലക്ഷം കോടിയുടെ ചെലവാണ് കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഉണ്ടായത്. അത് മാത്രമല്ല, ഭരണ യന്ത്രം കംപ്ലീറ്റ് ആയി നിശ്ചലമാവുകയാണ്. മാതൃകാ പെരുമാറ്റച്ചട്ടം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ പുതിയ നയങ്ങൾ പ്രഖ്യാപിക്കാനാവില്ല. പല കാര്യങ്ങളും അവതാളത്തിലാകും. ഗവൺമെന്റിന്റെ പൂർണ്ണമായ ശ്രദ്ധ, ബ്യൂറോക്രസിയുടെ ശ്രദ്ധ പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് ചുമതലകളിലേക്ക് നീങ്ങും. ഇവിടെ രാജ്യം ഒരു സ്തംഭനാവസ്ഥയിൽ നീങ്ങുകയാണ്. അത് മാത്രമല്ല, 3 പ്രാവശ്യം ഒരു 5 വർഷത്തിനിടയിൽ മിനിമം കാലാവധി പൂർത്തിയാക്കുന്നു എന്ന് കരുതിയാൽ തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കണം, അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കണം, ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കണം. അങ്ങനെ 5 വർഷത്തിനുള്ളിൽ മിനിമം 3 തെരഞ്ഞെടുപ്പെങ്കിലും ഒരു സംസ്ഥാനത്ത് നടക്കേണ്ടി വരും. ആ ഓരോ പ്രാവശ്യവും ഉണ്ടാകുന്ന ഒരു വലിയ കൺഫ്യൂഷൻ ഒഴിവാക്കണമെങ്കിൽ ഒരു സ്ട്രീം ലൈൻഡ്, അതനുസരിച്ച് മുൻകൂട്ടി പദ്ധതി അനുസരിച്ച് മുന്നോട്ട് പോകാമല്ലോ. അതാണ് ഇവിടെ പറയുന്ന നല്ല ലക്ഷ്യം. അതേസമയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഗൂഢലക്ഷ്യം ഇതിന്റെ പിന്നിൽ ഉണ്ടോ എന്ന് ന്യായമായും സംശയിക്കാം. കാരണം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രൊറോഗറ്റീവാണ്, ഭരിക്കുന്ന മുന്നണിയുടെ പ്രൊറോഗറ്റീവാണ് ഒരു നിയമനിർമ്മാണം കൊണ്ടുവരിക എന്നത്. കൊണ്ടുവരുമ്പോൾ അവർക്ക് രാഷ്ട്രീയമായി കൂടി പ്രയോജനം വരുന്ന ഒരു കാര്യം മാത്രമേ രാജ്യത്തിന് ഒരുപക്ഷെ ഉപകാരപ്രദമായിരിക്കാം. പക്ഷേ ഈ പാർട്ടിക്കും കൂടി രാഷ്ട്രീയമായ മെച്ചമുണ്ട്. പ്രധാന മെച്ചമെന്ന് പറയുന്നത് ഇപ്പോഴത്തെ നിലയിൽ നോക്കുമ്പോൾ ആസ് ഓഫ് നൗ ഇൻകംബന്റ് BJP ആണ്, അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യമാണ്. കോർപ്പറേറ്റുകളുടെ കയ്യിൽ നിന്നും മറ്റ് ധനാഗമ മാർഗങ്ങളിൽ നിന്നും ഫണ്ടുകൾ സ്വീകരിക്കാനും ഒരു പാൻ ഇന്ത്യ ലെവലിൽ ഒരു ബൃഹത്തായ തെരഞ്ഞെടുപ്പ് നേരിടാനുമുള്ള കോഫേഴ്സ്, പണം ഏറ്റവും അധികം ലഭ്യമാക്കുന്നത് BJPക്ക് തന്നെയാണ്. ഒരു മാസീവ് ഇലക്ഷൻ എന്ന് പറയുമ്പോൾ ഒരേ സമയത്ത് തന്നെ തെരഞ്ഞെടുപ്പുകളെല്ലാം കൂടി വരുമ്പോൾ അതിഭീമമായ ചെലവാണ് ഉണ്ടാകുന്നത്. ഔപചാരികമായും അനൗപചാരികമായും ഉണ്ടാകുന്ന ചെലവുകൾ. ഇത് താങ്ങാനുള്ള കരുത്ത് ഒരുപക്ഷെ ഇപ്പോഴത്തെ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാവുമെന്ന് കരുതാനാവില്ല. പ്രത്യേകിച്ചും കോൺഗ്രസ് പാർട്ടിയുടെ അവസ്ഥ വളരെ പരുങ്ങലിലാവും. അതുകൊണ്ട് ഒരു പല സമയങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവരുടെ ശ്രദ്ധ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഒരു പ്രത്യേക സംസ്ഥാനത്തെ കേന്ദ്രീകരിക്കാനും ഫണ്ട്സ് ലഭ്യമാക്കാനും ഒക്കെയുള്ള അവസരമുണ്ടാകും.
ഇതിപ്പം എല്ലാ രാജ്യത്തും മുഴുവൻ സമാന്തരമായി ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതത് യൂണിറ്റുകൾക്ക് പണം കണ്ടെത്തേണ്ടി വരും. മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് പണം എത്തിക്കാനോ അല്ലെങ്കിൽ ആ രീതിയിൽ ചെലവുകൾ നടത്താനോ കഴിയാതെ വരും. അതുകൊണ്ട് ഫണ്ടുകളുടെ വളരെ വലിയ ദൗർലഭ്യം ഇപ്പോഴത്തെ പ്രതിപക്ഷത്തെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പെർപെച്വലി ഭരണം BJPയുടെയും സഖ്യകക്ഷികളുടെയും കയ്യിൽ വരികയും ആത്യന്തികമായി BJPക്ക് ഒറ്റയ്ക്ക് നിരന്തരം ഭരിക്കാനുള്ള തുടർ ഭരണങ്ങളിലേക്ക് നീങ്ങാനുള്ള ഒരു അന്തരീക്ഷം സംജാതമാകും എന്ന പേടിയാണ് യഥാർത്ഥത്തിൽ. അത് തുറന്നു പറയാനുള്ള ആർജവം പ്രതിപക്ഷം കാണിക്കുന്നില്ല. അതുകൊണ്ടാണ് ഫെഡറൽ തത്വങ്ങൾ, ഇതിനകത്ത് ഫെഡറൽ തത്വങ്ങളൊന്നും തന്നെ അട്ടിമറിക്കപ്പെടുന്നില്ല. കാരണം തെരഞ്ഞെടുപ്പ് സുതാര്യമായി നടക്കുന്നിടത്തോളം കാലം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനകത്ത് കള്ളക്കളി കാണിക്കാത്തിടത്തോളം കാലം അതിന്റെ ഫെഡറൽ തത്വങ്ങൾ എന്ന് പറയാനാവില്ല. തെരഞ്ഞെടുപ്പ് കൃത്യമായ ഇടവേളകളിൽ 5 വർഷം കൂടുമ്പോൾ നടക്കുന്നുണ്ട്, കേന്ദ്രത്തിലേക്കും സംസ്ഥാനത്തേക്കും. അപ്പൊ അതിന് ഒരു രീതിയിലും അതിന് ഫെഡറൽ തത്വങ്ങൾ നിരാകരിക്കപ്പെടില്ല. ജുഡീഷ്യൽ റിവ്യൂവിന്റെ പരിധിയിൽ ഇത് വരില്ല. ഈ നിയമം പ്രോപ്പറായിട്ട് നിർമ്മിച്ചാൽ ഒരു രീതിയിലും ജുഡീഷ്യൽ റിവ്യൂ അതിൽ വരുന്നില്ല. അത് മാത്രമല്ല, ഈ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാൻ പാടില്ല എന്നൊരു കാര്യമുണ്ട്. ഇതൊരിക്കലും ബേസിക് സ്ട്രക്ചറിൽ, കേശവാനന്ദ ഭാരതി കേസിലെ വിധി അനുസരിച്ച് ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ ബേസിക് സ്ട്രക്ചർ അല്ലിത്. ഇതെന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, കാരണം ജനപ്രാതിനിധ്യ നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പാർലമെന്റിന് അത് ഭേദഗതി ചെയ്യാനുള്ള അനുവാദമുണ്ട്, അവകാശമുണ്ട്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ 100% നിയമവിധേയമായ കാര്യം തന്നെയാണ്. അതുകൊണ്ട് കോടതിയുടെ പരിഗണനയ്ക്ക് ഇതൊരിക്കലും പോയാൽ തന്നെ ഒരിക്കലും അത് ബേസിക് സ്ട്രക്ചർ ഡോക്ടറിന്റെ പരിധിയിൽ തട്ടി ആ കപ്പൽ തകരില്ല. എന്നാൽ രാഷ്ട്രീയമായി ഏകോപനമാണ് ആവശ്യം. ശ്രീരഞ്ജിത്ത്, യഥാർത്ഥത്തിൽ മനസ്സുകൾ ഒരുങ്ങണം, ദേശവ്യാപകമായി ഒരു കൺസെൻസസ് ഉണ്ടാകണം. അത് പ്രതിപക്ഷങ്ങളും ഭരണപക്ഷങ്ങളും എല്ലാം ഉണ്ടാകണം. ഏതാണ്ട് എല്ലാ കക്ഷികളും, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികൾ ആ മാനസികാവസ്ഥയിലേക്ക് വരുന്നത് വരെയുള്ള സമയക്രമമാണ് ആവശ്യം. അതുകൊണ്ട് 2029 ബെഞ്ച്മാർക്ക് ആവില്ല എന്നാണ് എന്റെ ഒരു ചിന്ത. ഇപ്പോൾ ഐഡിയ മൂട്ട് ചെയ്തതേ ഉള്ളൂ. മിനിമം 10 വർഷം 2034 തെരഞ്ഞെടുപ്പിലേക്ക് ഒരു പക്ഷേ ഇത് സാധ്യമാകുന്ന രീതിയിലുള്ള തീർച്ചയായും അതാണ് സാഹചര്യം. അതായത് ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞത് വളരെ പ്രസക്തമായ കാര്യമാണ്. 2029 എന്നുള്ളത് ഈ കമ്മിറ്റിയുടെ, രാം ഗോവിന്ദ് കമ്മിറ്റിയുടെ ഒരു ശുപാർശ മാത്രമാണ്. ഒരു പക്ഷേ സംഭവിച്ചേക്കില്ല.